ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാഴയ്ക്ക വറുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വാഴയ്ക്ക ചിപ്സ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസരം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നത് സെലക്ട് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിന് 7 വാഴയ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഈ വാഴയൊക്കെ ഞാൻ ഇരുഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ കത്തി കൊണ്ട് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് വാഴക്കയുടെ തോല് ഇതേപോലെ കൈ കൊണ്ട് എടുത്ത് കളയണം. അങ്ങനെ വാഴക്കയുടെ എല്ലാത്തിൻ്റെയും തോല് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പിടിക്കുമ്പം പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തു. ശേഷം ഇങ്ങനെ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഈ വാഴയൊക്കെ ഓരോന്നും ഇതേപോലെ ചെത്തിയെടുക്കണം. അങ്ങനെ ഇവിടെ മൊത്തം ഞാൻ ഇത് ചെത്തിയെടുക്കുകയാണ്. അവസാനം ആ വാഴക്ക മൊത്തം ഞാനിവിടെ ചെത്തിയെടുത്ത് കഴിഞ്ഞു. അടുത്തത് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2-3 കപ്പ് വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. അത് നമ്മുടെ വാഴക്ക ചിപ്സിന് നല്ല മഞ്ഞ കളർ വരാൻ വേണ്ടിയാണ്. അതുപോലെ 1-2 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നു. അത് നമ്മുടെ വാഴക്ക ചിപ്സിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെത്തിയെടുത്ത ആ വാഴക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇത് കൈകൊണ്ട് മൊത്തത്തിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ മൊത്തം മിക്സ് ചെയ്യുകയാണ്. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഇത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണം. അങ്ങനെ അതിലെ വെള്ളം ആറി വന്നു കഴിഞ്ഞാൽ അടുപ്പത്ത് ഒരു പാനൽ വെച്ചിട്ട് അതിലേക്ക് പനെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാൻ വെക്കണം. അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ വാഴക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ വാഴക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് നന്നായി പൊരിഞ്ഞ് വെന്ത് വരാൻ വേണ്ടിയിട്ട് കയ്യിൽ കൊണ്ട് നമ്മൾ ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ കൊണ്ട് കോരിയിട്ട് വേറൊരു അരിപ്പ കയ്യിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ അതിൽ എണ്ണ ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നു. അങ്ങനെ ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് നല്ല പൊരിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ വാഴക്ക ചിപ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വാഴക്ക ചിപ്സ് ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.